എത്തിയിരിക്കുകയാണ് INC ഹബ്ബ്. INC ഹബ്ബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. പ്രധാന കാരണം മടിയായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാരണം നമ്മുടെ ഇതൊരു ടെക്നിക്കൽ ചാനലാണ്. ടെക്നിക്കൽ ചാനലായതുകൊണ്ട് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ചാനൽ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കുന്നതിന് ഒരു മടിയായിപ്പോയി. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു ചോദ്യം വന്നത്. നമ്മളിത് റീച്ചിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഓർത്തിട്ട് അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളിൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് INC ഹബ്ബിൻ്റെ പുതുമയാർന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ മൾട്ടിമീറ്റർ. ഈ മൾട്ടിമീറ്ററിനെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് ചാരി വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചാരി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം മൾട്ടിമീറ്റർ ഓഫ് പൊസിഷനിലാണ്. നടുക്കുള്ളതാണ് സെൽട്ര സ്വിച്ച്. ആ സെൽട്ര സ്വിച്ചിൻ്റെ സൈഡിൽ കൂടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫസ്റ്റിലെ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വിയുടെ മുകളിൽ ഒരു സിമ്പലുണ്ട്. അത് സൂചിപ്പിക്കുന്നത് AC കറണ്ടിൻ്റെ സിമ്പലാണ്. നമ്മൾ നോർമൽ കറണ്ടിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിനാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത്. അതിന് 440 വോൾട്ട് 230 വോൾട്ട് അങ്ങനെയുള്ള വോൾട്ടേജസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് DC വോൾട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ മോഡ് ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്നത് മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ഇൻസ്ട്രുമെൻസിൻ്റെ ഔട്ട്പുട്ട് മില്ലി വോൾട്ടിനാണ് വരുന്നത്. ആ മില്ലി വോൾട്ടുകൾ മെഷർ ചെയ്യാൻ AC മില്ലി വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, DC മില്ലി വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫീൽഡിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഓംസിലിട്ടാണ് നമ്മൾ എല്ലാ ഏതൊരു ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ ഏതൊരു സാധനവും നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ഓംസിൽ തന്നെ 2-3 മോഡുകൾ വരുന്നുണ്ട്. ഓംസിൽ ഒന്ന് ഓം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് കണ്ടിന്യൂറ്റി മോഡ്, 3 ഡയോഡിൻ്റെ മോഡ്. ഇത് ഈ മഞ്ഞ കളറുള്ള ആ ബട്ടനാണ് നമുക്ക് മോഡുകൾ സെലക്ട് ചെയ്യുന്നത്. മഞ്ഞ കളറുള്ള ബട്ടൺ ഞാൻ ഞെക്കുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് വരുന്ന കണ്ടിന്യൂറ്റി മോഡാണ്. അടുത്തതായിട്ട് വരുന്ന ഇതിന് ഡയോഡ് മോഡെന്ന് പറയും. ഇത് നേരെ തിരിച്ച് ഓംസിൽ വന്നു. അതിനകത്ത് നമുക്കുണ്ട് M എന്ന് കാണിക്കുന്നുണ്ട്. ഇത് മെഗാ ഓം. K എന്ന് കാണിച്ചിട്ട് സൈഡിൽ കാണിക്കുവാണെങ്കിൽ അത് കിലോ ഓം. അങ്ങനെ നമുക്ക് ഓംസിൻ്റെ കഴിഞ്ഞു. ഓംസിൻ്റെ തൊട്ടിപ്പുറേ കാണുന്നതാണ് രണ്ട് വരകളോട് കൂടിയ ഒരു സിമ്പിളാണ് കപ്പാസിറ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള മോഡാണിത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് നമുക്ക് കാണാം ഫാരഡേസ് എന്ന് പറയുന്ന യൂണിറ്റാണ് കപ്പാസിറ്ററിൻ്റെ. അത് ഈ സൈഡിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു മോഡാണ് AC ആംബിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് എത്ര കറണ്ട് ഉപയോഗിക്കുന്നു എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മോഡാണ് AC ആംബിയർ. എത്ര ആംബിയർ കറണ്ട് ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തത് വരുന്ന ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് മില്ലി ആംബിയർ. നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെൻസിനും ചില ഇൻസ്ട്രുമെൻസിൻ്റെ ഔട്ട്പുട്ട് മില്ലി ആംബിയറാണ്. ആ മില്ലി ആംബിയർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ആണെങ്കിലും DC ആണെങ്കിലും 0 to 6000 മൈക്രോ ആംബിയർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ഇത് മൈക്രോ ആംബിയറിൻ്റെ താഴെയുള്ള ടൈപ്പ് ഏറ്റവും ചെറിയ ആംബിയറുകൾ അളക്കുന്നതിന് വേണ്ടിയാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത്. മൾട്ടിമീറ്ററിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫീൽഡിലുള്ളവരും ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് എന്തൊക്കെയാണോ സംശയങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ച്, അത് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.
ആ കമൻറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഞാൻ വീഡിയോ ആക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൊണ്ട് അറിയത്തില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് ഇനിയും പുതുമയാർന്ന ഇൻസ്ട്രുമെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ്റെ ആ ടെക്നിക്കുകളെ കുറിച്ച് നമ്മൾക്ക് കാണാം, പഠിക്കാം. എങ്കിൽ വിപിൻ ഗോയിങ് ടു സൈനിങ് ഔട്ട്.